ഈ സഭായോഗത്തിന്റെ അകത്ത് ഞാൻ യേശുവിന്റെ മേലുള്ള 5 പുത്രത്വം സ്തോത്രങ്ങൾ വേറെ ചിന്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. 5 പുത്രത്വം. ഒന്ന്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. കരം ഉയർത്തി പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 1:1 പറയുന്നു യേശു ആരാണ്? ദൈവപുത്രനായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 28-ാം അധ്യായം വിശദീകരിച്ച് പറയാം. അവൻ രണ്ടാമത്തത് മത്തായി സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് മനുഷ്യപുത്രനാണ്. ആ യേശു ക്രിസ്തു ആരാണ്? മനുഷ്യപുത്രൻ. പിന്നീട് വിശദീകരിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു അവൻ അബ്രഹാമിന്റെ പുത്രനാണ്. 4 ആ മത്തായി സുവിശേഷം 1:1 പറയുന്നു അവൻ ദാവീദിന്റെ പുത്രനാണ്. മാർക്കോസിന്റെ സുവിശേഷം 1:11 പറയുന്നു അവൻ പ്രിയപുത്രനാണ്. രാമൻ പറഞ്ഞേ 5 പുത്രത്വം. 1, യേശു ദൈവപുത്രനാണ്. 2, യേശു മനുഷ്യപുത്രനാണ്. 3, യേശു അബ്രഹാമിന്റെ പുത്രനാണ്. 4, യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്. 5, യേശു പ്രിയപുത്രനാണ്. 5 വിധ പുത്രത്വം യേശുവിന്റെ പേരുണ്ട്. എന്ന് വെച്ചാൽ യേശു ഒരധികാരിയാണ്. ഒരാമേ പറഞ്ഞു. ഒന്നാമത്തെ പുത്രത്വം പറയുന്നു യേശു മനുഷ്യപുത്രനാണ്. യേശു കേവലം യോസേഫ് മറിയ ദൈവപുത്രനാണ്. 2, യേശു മനുഷ്യപുത്രനാണ്. 3, യേശു അബ്രഹാമിന്റെ പുത്രനാണ്. 4, യേശു ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്. 5, യേശു പ്രിയപുത്രനാണ്. 5 വിധ പുത്രത്വം യേശുവിന്റെ പേരുണ്ട്. എന്ന് വെച്ചാൽ യേശു ഒരധികാരിയാണ്. ഒരാമേ പറഞ്ഞു. ഒന്നാമത്തെ പുത്രത്വം പറയുന്നു യേശു